ഹായ് ഹലോ. ഇത് കണ്ടോ, മുഖമൊക്കെ നീര് വെച്ച് വീർത്ത് കെട്ടിയിരിക്കുന്ന ഞങ്ങളുടെ സച്ചോട്ടനെ കണ്ടോ. സച്ചോട്ടൻ്റെ പല്ല് വീണ്ടും പണിമുടക്കി ആകെ ബുദ്ധിമുട്ടിലാണ്. ഇച്ചിരി വിഷമമൊക്കെ ആയിട്ടായിരുന്നു കഴിഞ്ഞ രാത്രി നമ്മൾ ചിലവഴിച്ചത്. അങ്ങനെ നമ്മളിതാ രാവിലെ തന്നെ എന്താ പറയുക, ഒരു 4 മണി 4:30 നമ്മൾ വെളുപ്പിനെ നേരെ വെച്ച് പിടിച്ചു. അങ്ങനെ നമ്മളിതാ ദന്തൽ കോളേജിലെത്തി. പക്ഷേ നമ്മൾ ചെന്ന് കയറിയപ്പോൾ തന്നെ ഏകദേശം 7-8 പേര് നമ്മുടെ ഫ്രണ്ടിൽ OP ടിക്കറ്റ് എടുക്കാനായിട്ടുണ്ടായിരുന്നു. എന്നാലും നമ്മുടെ പീഡിയാട്രിക് സെക്ഷനിൽ നമുക്ക് തിരക്ക് കുറവായത് തന്നെ കൊണ്ട് ആദ്യം തന്നെ നമുക്ക് ഡോക്ടറെ കാണാൻ വേണ്ടി പറ്റി. അപ്പോൾ കാര്യങ്ങളൊക്കെ സംസാരിച്ചു, എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. പിന്നെ നമ്മൾ രാവിലെ ഒന്നും കഴിക്കാത്തത് കൊണ്ട് അവിടുത്തെ ക്യാൻറ്റീനിൽ കയറിയിട്ട് നമ്മൾ അത്യാവശ്യം രാവിലത്തെ നമ്മുടെ വിശപ്പിന് വേണ്ടിയിട്ടുള്ളതൊക്കെ നമ്മൾ കഴിച്ച് സെറ്റാക്കി. അങ്ങനെ ഇപ്പോൾ 9 മണി കഴിഞ്ഞതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മളിതാ വണ്ടി കയറി നേരെ അംഗൻവാടിയിലേക്ക് വെച്ച് പിടിക്കുകയാണ്. പിന്നെ രാവിലെ എഴുന്നേറ്റ് കൊണ്ടാണ് സച്ചിത ഉറങ്ങാനുള്ള ഭാവമൊക്കെയാണ് കാണുന്നത്. അങ്ങനത്തെ വണ്ടിക്കകത്തിരിക്കുന്നു. പിന്നെ നമ്മുടെ പ്രൈവറ്റ് ബസ്സൊക്കെ കണ്ടില്ലേ, എത്ര ഭംഗിയായിട്ടല്ലേ അവർ അലങ്കരിച്ച് വെച്ചിരിക്കുന്നത്. എത്ര ഫ്ലവർ വേഴ്സൊക്കെ ഒട്ടിച്ച് വെച്ചിരിക്കുന്നത്. എത്ര കുലുക്കം ഉണ്ടെങ്കിലും വണ്ടി കട്ടറി ആടിയാലും ഒന്നും മറിഞ്ഞു പോകാതെ നല്ല അടിപൊളിയായിട്ട് ഇത് ആർട്ടിഫിഷ്യൽ ഫ്ലവറൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ അംഗൻവാടിയിൽ ചെന്നു. വൈകുന്നേരമായപ്പോൾ നല്ല മഴയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ വർക്കെല്ലാം കഴിഞ്ഞിട്ട് നമ്മളിതാ വീട്ടിലെത്തിയപ്പോൾ ഇതാ ചായ കുടിക്കുന്നു. പിന്നെ നമുക്കിതാ നമ്മുടെ മുഖ്യമന്ത്രിയുടെ എന്താ പറയുക, ഇതൊക്കെ അനൗൺസ്മെൻ്റൊക്കെ കഴിഞ്ഞതിൻ്റെ ഒരു ചെറിയ എന്താ പറയുക മധുരമൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതെല്ലാം കഴിച്ചു. പിന്നെ അതിപ്പോൾ ദോശയും ചട്നിയൊക്കെ കഴിച്ചു. നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു സബ്സ്ക്രൈബറാണെന്ന് തോന്നുന്നു ഏത് ഡോക്ടറെയാണ് കാണുന്നതെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് ഇഷ എന്ന് പേരുള്ള ഒരു വേറെ നാട്ടിലൊരു ഡോക്ടറെ ആയിരുന്നു കേട്ടോ കാണുന്നത്.